മൂന്നാം ദിവസത്തിൽ ഇന്ന് രണ്ടാം വേദിയിൽ ആദ്യ സെഷനായ ജനാധിപത്യം കൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന സെഷൻ നമ്മോടൊപ്പം വേദി പങ്കിടുന്നത് ശ്രീ സണി എം കപ്പിക്കാട്, ശ്രീ ബവിത്ത് മലോൽ എന്നിവരാണ്. രണ്ടുപേരെയും ഒപ്പം തന്നെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ചടങ്ങിലെ മോഡറേറ്ററായ ബവിത്ത് മലോൽ ആദ്യമായി നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഈ മൂന്നാം ദിനത്തിൽ ഈ രണ്ടാം വേദിയിൽ ആരംഭിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സംവാദമായിട്ടാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഒരുപക്ഷെ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യവും ഒക്കെ കൊണ്ട് തന്നെയാണ്. ആ ഒരു ജനാധിപത്യം ഇന്ന് വർത്തമാനകാല ഇന്ത്യ ഏറ്റവും അധികം പ്രതിസന്ധിയിലാകുന്നത്, പ്രയാസത്തിലാവുന്നത്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ തന്നെ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചും നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ രാജ്യം ആഗ്രഹിച്ച നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ച തരത്തിലേക്ക് നമ്മുടെ ജനാധിപത്യം എത്തിച്ചേർന്നിട്ടുണ്ടോ, പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് നമ്മുടെ ജനാധിപത്യ സങ്കല്പങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ എന്നതൊക്കെ തന്നെ ഈ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് ഒക്കെ തന്നെ ഇന്ന് ജനാധിപത്യത്തിൻ്റെ സമത്വ ഭാവനകളും രാഷ്ട്രീയ സങ്കല്പങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് വടകരയിൽ ഈയൊരു സംവാദം നടക്കുന്നത്. എന്തുകൊണ്ടും ഈ സംവാദത്തിൽ സണ്ണി മാഷ് ഏറ്റവും ക്രിയാത്മകമായി ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ ഗാന്ധിയൻ കാഴ്ചപ്പാടിനെക്കുറിച്ച്, അതിൻ്റെ അംബേദ്കർ വീക്ഷണങ്ങളെക്കുറിച്ചെല്ലാം വളരെ ക്രിയാത്മകമായ സംവാദങ്ങൾ നടത്തി വരുന്ന ഒരാളാണ് അദ്ദേഹം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, സുഹൃത്തുക്കളെ, ജനാധിപത്യം എന്നതുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന വിഷയം ഒരു പ്രത്യേക രാജ്യത്ത് ജനാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു എന്നതിലേക്ക് ചുരുക്കേണ്ട ഒരു കാര്യമല്ല. അത് വളരെ പ്രധാനവുമാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ജനാധിപത്യമെന്ന ആശയം കൊണ്ട് നമ്മളെന്താണ് കൺസീവ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഒന്ന് പരിശോധിച്ചിട്ട് വേണം പ്രായോഗികമായി ഇന്ത്യക്കകത്തോ അമേരിക്കയിലോ ഒക്കെ നിലനിൽക്കുന്ന ജനാധിപത്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കുക. ഈ വിഷയത്തെ സമീപിക്കുന്നത് ഡെമോക്രസി എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരൊറ്റ കാര്യമല്ല പറയുന്നത്. അവരവർ കണക്കിലെടുത്തിട്ടുള്ള ജനാധിപത്യമാണ് നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത്. അതായിരിക്കണമെന്നില്ല എൻ്റെ മനസ്സിൽ. വ്യത്യസ്തമായിരിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുന്നിൽ. അത്രയും അവ്യക്തമായ, ഇനിയും പൂർണ്ണമായും വിശദീകരിക്കപ്പെടാത്ത ഒരു സങ്കല്പനമാണ് ജനാധിപത്യമെന്നത്. ജനാധിപത്യത്തിൻ്റെ നിർവചനത്തിൻ്റെ അവ്യക്തതയല്ലത്. ജനാധിപത്യം എന്ന അതുമായി ബന്ധപ്പെട്ട സങ്കീർണമായ സംഘടനാ രൂപങ്ങൾ, സങ്കീർണമായിട്ടുള്ള ആശയ മണ്ഡലം, ഇതിലേതെങ്കിലുമൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതല്ലാതെ നമ്മൾ സമഗ്രമായി അതിനെ ജനാധിപത്യം എന്നതിനെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും
നമുക്ക് വീഴ്ച സംഭവിക്കാറുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനം ഈ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രരൂപങ്ങൾ വ്യത്യസ്തമാണ്. അത് ഡയറക്റ്റ് ഡെമോക്രസി ആവാം, റെപ്രസെൻറ്റേഷണൽ ഡെമോക്രസി ആവാം, പാർലമെൻ്ററി ഡെമോക്രസി ആവാം, പ്രസിഡൻഷ്യൽ ഡെമോക്രസി ആവാം. ഇങ്ങനെ പല രൂപങ്ങളാണ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന് തന്നെ ഉള്ളത്. ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെ അവകാശപ്പെടുന്നത്, പ്രത്യേകിച്ച് റൂളേഴ്സ് അവകാശപ്പെടുന്നത് ഐ ആം എ ഡെമോക്രാറ്റ് എന്നാണ്. അത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും മോഡി ആണെങ്കിലും എല്ലാവരും അവകാശപ്പെടും ഞങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദികളാണെന്നാണ്. അവർക്കങ്ങനെ പറയാൻ പറ്റുന്ന വിധം ഒഴുകി നടക്കുന്ന എന്തോ ഒരു കാര്യം ഈ ജനാധിപത്യ സങ്കല്പത്തിലുണ്ട്. അവർക്ക് ന്യായീകരിക്കാൻ കഴിയും, ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ ജനാധിപത്യവാദിയാണ് എന്ന് അവർക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ എല്ലാവർക്കും ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒരു സമൂഹത്തിൽ പല രൂപത്തിൽ ഇടപെടുന്ന എല്ലാവരും ഡെമോക്രാറ്റുകളാണെന്ന് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് ഡെമോക്രസിയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ധാരണകൾ നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ്. ആ വ്യത്യസ്ത ധാരണകളെ സംബന്ധിച്ചൊരു പ്രാഥമിക ബോധ്യത്തിൽ നിന്നേ നമുക്ക് കോൺക്രീറ്റായി ഈ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പലതരത്തിലുള്ള ഡെമോക്രസീസാണ് പറയുന്നത്. ഡയറക്റ്റ് ഡെമോക്രസി, നേരിട്ടുള്ള ജനാധിപത്യം, റെപ്രസെൻറ്റേഷണൽ ജനാധിപത്യം, പാർലമെൻ്ററി ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ പല ഭരണരൂപങ്ങളും ജനാധിപത്യത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനാധിപത്യം ചില മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സമത്വം. ഒരാൾ ഒരുപക്ഷെ അദ്ദേഹം എന്നോട് ജനാധിപത്യപരമായി പെരുമാറിയില്ല എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ എന്നെ തുല്യനായി കണ്ടില്ല എന്ന് മാത്രമായിരിക്കും അർത്ഥമാക്കുന്നത്. അതല്ലാതെ വേറെ ജനാധിപത്യത്തിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വാദങ്ങളോ വാദഗതികളോ പോകുന്നില്ല. എന്നെ അദ്ദേഹം തുല്യനായി കണ്ടില്ല. അതിനും നമ്മൾ പഴിക്കുന്നത് ജനാധിപത്യത്തെയാണ്. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ മൂല്യമണ്ഡലം സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി, മനുഷ്യാന്തസ് തുടങ്ങിയവയെല്ലാം ജനാധിപത്യത്തിൻ്റെ മൗലികമായിട്ടുള്ള മൂല്യമണ്ഡലമാണ്. ഈ മൂല്യമണ്ഡലം സമൂഹത്തിലെങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതും ജനാധിപത്യ ചർച്ചയിലെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റായിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം ജനാധിപത്യത്തെ നമ്മളൊരു ഭരണരൂപമായി മാത്രം കാണാൻ പാടില്ല എന്നിടത്താണ് ആ കാര്യം കിടക്കുന്നത്. ഇനിയും മൂന്നാമത് നമ്മൾ ഈ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെസ്റ്റേൺ ഡെമോക്രസിയാണ് അതിൻ്റെ ഒരു മാനദണ്ഡമായി നിൽക്കുന്നത്. ഈ അമേരിക്ക കഴിഞ്ഞ ദിവസം രാത്രി വന്നൊരു രാഷ്ട്രത്തലവനെ തട്ടിക്കൊണ്ടുപോയി. കിടപ്പറയിൽ നിന്നാണ് അദ്ദേഹത്തെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റ് പറയുന്ന കാര്യം, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉറങ്ങിക്കിടന്ന രാഷ്ട്രത്തലവനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയെന്നാണ് പുള്ളി പറയുന്നത്. ഇനിയും നിങ്ങൾ മര്യാദയ്ക്ക് ജനാധിപത്യം പാലിച്ചില്ലേ പലരെയും ഞാൻ തട്ടിക്കൊണ്ടുപോകുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ജനാധിപത്യ സംരക്ഷണാർത്ഥമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ അമേരിക്ക ഓർ യൂറോപ്പ് ഡെമോക്രസിയുടെ ഒരു മാനദണ്ഡവും ആശയലോകവും അൺക്വസ്റ്റ്യനബിൾ എക്സ്പീരിയൻസുമാണ് എന്ന നിലക്കുള്ള വാദഗതികൾ ലോകത്ത് വളരെ പ്രബലമാണ്. അതുപോലെയാണോ ഇന്ത്യ എന്നാണ് പരിശോധിക്കുന്നത്. അമേരിക്ക പോലെയാണോ ഇന്ത്യ, ഫ്രാൻസ് പോലെയാണോ ഇന്ത്യ, ഇങ്ങനെയാണ് കമ്പാരിഷനിലൂടെയാണ് നമ്മൾ എത്രമേൽ ഡെമോക്രാറ്റാണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡമാകുന്നത് യൂറോപ്യൻ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. യൂറോപ്യൻ ഡെമോക്രസി സമ്പൂർണമായൊരു വ്യവസ്ഥയൊന്നുമല്ല, അതിനോടും ഒരു വിമർശനമുണ്ട്. ആ വിമർശനവും നമ്മൾ ഈ ചർച്ചയിൽ എടുക്കണം. അതായത് യൂറോപ്പിലെ ഡെമോക്രസി അതേപടി കൾച്ചറലി ഡിഫറൻ്റ് ആയിട്ടുള്ള സാംസ്കാരികമായി വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിൽ അതേപടി അത് പകർത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ പുതിയതായി ചില ടേം കണ്ടുപിടിച്ചത് ഏഷ്യൻ ഡെമോക്രസി, ഇന്ത്യൻ ഡെമോക്രസി,
ആഫ്രിക്കൻ ഡെമോക്രസി എന്നൊക്കെ വിളിക്കാവുന്ന വെറൈറ്റി ഓഫ് ഡെമോക്രസിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വെറുതെ വരുന്നതല്ല. സാംസ്കാരികമായി വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ രൂപങ്ങൾ മാറി വരും. അത് യൂറോപ്പ് പോലെ ആയിരിക്കണമെന്ന് നിർബന്ധിക്കുന്നതിനകത്ത് കാര്യമില്ല എന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ വിമർശനത്തിൻ്റെ പ്രോഡക്റ്റാണ് ആഫ്രിക്കൻ ഡെമോക്രസി, ഏഷ്യൻ ഡെമോക്രസി, ഇന്ത്യൻ ഡെമോക്രസി, ചൈനീസ് ഡെമോക്രസി എന്നൊക്കെ പറയുന്നതിൻ്റെ സംഭവം അതാണ്. ഇപ്പോൾ 2021 അമേരിക്കയും യൂറോപ്പും പറയുന്നൊരു കാര്യം ചൈനയിൽ ജനാധിപത്യം ഇല്ല എന്നാണ്. 2021 ചൈന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അവരവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഞങ്ങളാണെന്ന്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ആമുഖമായി നമ്മൾ ജനാധിപത്യമെന്ന് നമ്മൾ എടുത്ത് തലങ്ങും വിലങ്ങും ഉപയോഗിക്കുന്ന ഈ സങ്കല്പത്തെക്കുറിച്ച് വളരെയേറെ കൺഫ്യൂസ്ഡായിട്ടുള്ള ഒരു അർത്ഥമണ്ഡലവും കോണ്ടക്റ്റിന് മാറി വരുന്ന അർത്ഥമണ്ഡലവും മൂല്യമണ്ഡലവുമാണ് എന്നൊരു യാഥാർത്ഥ്യബോധം ഈ ചർച്ചയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഗ്രസീവായിട്ടുള്ള മുന്നോട്ട് പോകാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന, പ്രോഗ്രസീവ് എന്ന വാക്കുകൊണ്ട് ഞാൻ ആ കൂടി ഉദ്ദേശിക്കുന്ന അത്രേ അർത്ഥമുള്ളൂ കേട്ടോ. കൂടുതൽ കരുത്തോടെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാശയത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞേക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഡെമോക്രസി എന്നത് നമ്മുടെ വിശ്വപ്രസിദ്ധമായ ലിങ്കൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നിർമ്മിച്ച ഗവൺമെൻറ് എന്നാണ്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഇതാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ രാഷ്ട്രത്തിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി മരിച്ചവരുടെ മരണം വൃഥാവിലാവില്ല. ഇതാണ് ആദ്യത്തെ വാക്യം. എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്നും കുടിയേറിയ മനുഷ്യരെ അവർ അമേരിക്ക എന്ന രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്ത മനുഷ്യരുടെ മരണം വൃഥാവിലാവില്ല. നമ്മളൊരു പുതിയ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കും. അവിടെ മനുഷ്യ സ്വാതന്ത്ര്യം പ്രധാനമായി നമ്മൾ ഉറപ്പിക്കും. അതാണ് ഈ പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന രാഷ്ട്രം. അതായിരിക്കും. ഈ പ്രസംഗത്തോടൊരു വിമർശനമുണ്ട്. എബ്രഹാം ലിങ്കൺ ഒരുപക്ഷെ ലോകത്തിലെ മഹാപ്രതിഭകളിലും ഭരണാധികാരികളിലും പെട്ട ഒരാളാണ്. അദ്ദേഹത്തോടൊരു വിമർശനം, അദ്ദേഹം യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരെ മാത്രമേ അഭിസംബോധന ചെയ്തുള്ളൂ. അവിടുത്തെ ഇൻഡിജീനസ് മനുഷ്യരെ ഈ പ്രസംഗത്തിൽ അഭിസംബോധന ചെയ്തില്ല. അവരെ വിട്ടുകളഞ്ഞിരിക്കുന്നു. ബ്ലാക്സിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു, സ്ത്രീകളെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആ ആക്ഷേപവും നമ്മൾ പുറകെ പോയി അന്വേഷിക്കേണ്ട. അങ്ങനെ ഒട്ടനവധി വിട്ടുപോകലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇതിനകത്തുള്ളൊരു സംഭവം, ഈ ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നാണ്. ഹൂ ഈസ് ദിസ് പീപ്പിൾ? ആരാണ് ഈ ജനം എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ, അത് നമുക്ക് തർക്കമില്ല. ആരാണ് ഈ ജനം? ഇത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ സങ്കീർണത കൂടുതൽ വെളിപ്പെടുന്നത്. ജനമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വി ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് വി ദ പീപ്പിൾ. ഹൂ ഈസ് ദി പീപ്പിൾ? ആരാണ് ഈ ദ പീപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറി? ആരാണ്? അതെങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുമാണോ? അതോ വോട്ട് ചെയ്യുന്നവർ മാത്രമാണോ? അതോ പ്രിവിലേജ്ഡ് ക്ലാസ് മാത്രമാണോ? പ്രിവിലേജ്ഡോ അണ്ടർ പ്രിവിലേജ്ഡോ ആയിട്ടുള്ള എല്ലാവരും കൂടിയാണോ? ഇതൊരിക്കലും ജനാധിപത്യ ചർച്ചയിൽ ഡിഫൈൻ ചെയ്യപ്പെടാറില്ല. അപ്പോൾ വി ദ പീപ്പിൾ, വി എന്ന് പറയുന്നത് ഞങ്ങൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാവുന്നത് നിങ്ങളെന്നൊരു സംഭവം നിൽക്കുമ്പോഴാണ്. അതല്ലാതെ ഞങ്ങൾ എന്ന വാക്കിന് അർത്ഥമൊന്നുമില്ല. ഞങ്ങളെന്ന് പറയുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടി ഞങ്ങളെന്ന് പറയുമ്പോൾ, ഞാനെന്ന് പറയുന്ന എൻ്റെ സെൽഫ്
ഈ പറയുന്ന ഞങ്ങളെന്ന് പറയുന്നൊരു കോമൺ സെൽഫിലേക്ക് ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെന്ന് പറയാൻ പറ്റത്തുള്ളൂ. വ്യക്തിത്വ നഷ്ടമല്ല ഞങ്ങളെന്ന് പറയുന്ന കാര്യം, മറിച്ച് വ്യക്തി ഈ ഗ്രൂപ്പുമായി ഒരു പ്രത്യേക തരത്തിൽ അവൻ്റെ സെൽഫ് ബന്ധപ്പെടുന്നതാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഞങ്ങളെന്ന് പറയുന്നൊരു ഫീലിംഗ് ഓഫ് വൺനെസ് രൂപം കൊള്ളുന്നത്. നമ്മൾ ഒരൊറ്റ ജനതയാണ്, ഒരു ദേശീയതയാണ്, ഒരു സംസ്കാരമാണ്, ഒരു ഭാഷയാണ്, ഒരു മതമാണ് എന്നൊക്കെയുള്ള എക്സാഗ്രേഷൻസ് ഉണ്ടായി വരുന്നത് യഥാർത്ഥ ബേസിക്കായി സംഭവിക്കുന്നൊരു കാര്യം വ്യക്തിയുടെ സെൽഫിന് ഗ്രൂപ്പുമായി ലിങ്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ സെൽഫിനെ ഓരോ സമൂഹവും വേറെ വേറെ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അമേരിക്കൻ യൂറോപ്യൻ കൾച്ചറിൽ സെൽഫിനെ കാണുന്നത് പോലല്ല ഇന്ത്യക്കാരോ ആഫ്രിക്കക്കാരോ ഏഷ്യയിലെ ഇതര രാജ്യങ്ങളോ ഒക്കെ കാണുന്നത്. വേറെ വേറെ കൺസീവിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെൽഫിൻ്റെ ലിങ്ക് ഇതിനകത്ത് വളരെ പ്രധാനമാണ്. ഈ ഇൻഡിവിജ്വൽ സെൽഫ് ഇല്ലാതെയല്ല ഞങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ സെൽഫിനെ മൊത്തമായി കോർത്തിണക്കാൻ കഴിയുന്ന നരേഷൻസാണ് യഥാർത്ഥത്തിൽ ദ പീപ്പിൾ എന്ന് പറയുന്ന കാര്യം. അതൊരു നരേഷനാണ്, അല്ലാതെ അങ്ങനെ ഒരു പീപ്പിൾ ഇല്ല. അത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന നരേഷനകത്ത് വരുന്നതാണ്. ആ നരേഷൻ ഇന്ന് ഇന്ത്യക്കകത്ത് ഏറ്റവും ശക്തമായിരിക്കുന്നത് ഭൂരിപക്ഷ മതമെന്ന വ്യാജേന നിർമ്മിക്കപ്പെട്ട ഒരാശയപ്രപഞ്ചത്തിലാണ്. ഈ ഇൻഡിവിജ്വൽ സെൽഫ് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവർ ഭൂരിപക്ഷമായി മാറുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള, അപ്പോൾ ഈ പറയുന്ന ഇൻഡിവിജ്വൽ സെൽഫ് പൊതു സെൽഫുമായി ബന്ധപ്പെട്ട് ഡെമോക്രസി എന്ന് പറയുന്ന ആശയം ബേസിക്കലി അപ്രോച്ച് ചെയ്യും. നമുക്കൊരു ഡെമോക്രസിയെക്കുറിച്ച് പറയാൻ കഴിയണമെങ്കിൽ നമുക്കൊരു സമൂഹ ജീവിതം സാധ്യമാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. മനുഷ്യന് സമൂഹ ജീവിതം സാധ്യമാണ് എന്ന് സമ്മതിക്കണം. സമൂഹ ജീവിതം സാധ്യമാകണമെങ്കിൽ വാട്ട് ഈസ് എ ഹ്യൂമൻ ബീയിങ് എന്ന ചോദ്യത്തിന് ഈ സെൽഫിഷ്നെസ് മാത്രമല്ലാത്തൊരു മണ്ഡലമുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. സെൽഫിഷ്നെസ് മാത്രമല്ലാത്തൊരു മണ്ഡലമുണ്ട് എന്നും അവരനെ ഉൾക്കൊള്ളാനും അവരിലേക്ക് പകരാനും കഴിയുന്ന ഒരു സ്വത്വമായി മനുഷ്യനെ താത്വികമായി കൺസീവ് ചെയ്താൽ മാത്രമേ ജനാധിപത്യത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണമെന്ന് ഗുരു പറയുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റവന് വേണ്ടി ജീവിക്കണം എന്നല്ല പറയുന്നത്. നമ്മളെന്താണോ പ്ലഷറബിൾ എന്ന് നമ്മൾ സ്വയം കരുതുന്നത് അത് പെർഫോം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അത് ഗുണമായി നന്മയായി ഭവിക്കണമെന്നാണ് പറയുന്നത്. അവരനെ കൂടി ഉൾക്കൊള്ളുന്ന വിധം സ്വന്തം സെൽഫിനെ മാറ്റിയെടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സെൽഫ് കൺസെപ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ അംബിഗ്വിറ്റി എന്ന് വിളിക്കാവുന്ന അവ്യക്തതകൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മളിത് പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു പൊതുജീവിതം സാധ്യമാണ്, സമൂഹ ജീവിതം സാധ്യമാണ്, കോമൺ ജീവിതം സാധ്യമാണ് എന്ന സങ്കല്പത്തിലും മനുഷ്യൻ്റെ സ്വത്വമെന്നത് ഷെയറബിളാണ്, മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റീവാണ്, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പാകമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഡെമോക്രാറ്റിക്കായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഡെമോക്രസിയെ ഒന്ന് പരിശോധിക്കാൻ. ഇന്ത്യക്കകത്ത് ഡെമോക്രസി എന്ന വാക്ക്, ജനാധിപത്യം എന്ന വാക്ക്, അതിൻ്റെ ഏത് മണ്ഡലം, പ്രധാനപ്പെട്ട അതിൻ്റെ മൂല്യമണ്ഡലം, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി എന്നീ സങ്കല്പങ്ങൾ അജ്ഞാതമായ, ഏറെക്കുറെ അജ്ഞാതമായ, അല്ലെങ്കിൽ വളരെ റിസ്ട്രിക്റ്റഡായി മാത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യയിൽ സമത്വമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. സമത്വമുണ്ടായിരുന്നു, ചിലരൊക്കെ തമ്മിലേ ഉണ്ടായിരുന്നുള്ളൂ. അതാ വ്യത്യാസം. ഇന്ത്യയിൽ നീതിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നീതിയുണ്ട്, അത് ചിലർക്കേ കൊടുക്കുകയുള്ളൂ. സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു,
സാഹോദര്യവും ഉണ്ടായിരുന്നു. അത് ചില പ്രത്യേക മണ്ഡലങ്ങളിൽ മാത്രം നിൽക്കുമത്. അതിൽ നിന്ന് മാറി ഇതൊരു യൂണിവേഴ്സൽ കാറ്റഗറിയായി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലെ തുല്യതയ്ക്കും നീതിക്കും വേണ്ടി നടന്ന ആഭ്യന്തര യുദ്ധങ്ങളാണ്. അതായത് നമ്മൾ ഇന്ത്യക്കാരെല്ലാം തുല്യരാണ് എന്ന് പറഞ്ഞ ആഭ്യന്തര നീതിക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളിലാണ് ആ രാഷ്ട്രീയ ഭാവന ഉയർന്നു വരുന്നത്. നമ്മളെല്ലാവരും തുല്യരാണ്, നമുക്കിടയിൽ വിവേചനം പാടില്ല, നമ്മളെല്ലാവർക്കും നീതി കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. ഈ ഒരു സങ്കല്പം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്ന്, അതിനു മുൻപ് അങ്ങനെ ഒരു സങ്കല്പം ഇന്ത്യക്കകത്തില്ല. ഈ നവോത്ഥാന കാലഘട്ടത്തിലാണ് 1800-കൾ മുതൽ ആരംഭിക്കുന്ന പുതിയ മോഡേണൈസേഷൻ പ്രോസസ്സിനകത്താണ് ഈ തുല്യനീതി എന്ന് പറയുന്ന, സമഭാവന എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യക്ക് പരിചിതമായത്. ദേശീയ പ്രസ്ഥാനത്തിലും അത് പ്രാക്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1916 തമിഴ്നാട്ടിൽ നടന്ന AICCയുടെ സമ്മേളനത്തിൽ 2 ഭോജനശാലകളുണ്ടായി. 2 ബ്രാഹ്മണർക്ക് പ്രത്യേക ഭോജനശാലയായിരുന്നു, ബാക്കിയുള്ളവർക്ക് വേറെ. അത് വലിയ വിവാദമാകി. EV രാമസ്വാമി നായ്ക്കർ അടക്കമുള്ളവർ ഇടപെട്ടിട്ടാണ് ഇനി മേലാൽ 2 അടുക്കള വെക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചത്. ഒറ്റ അടുക്കളയ്ക്ക് തിന്നുന്നവൻ AICCയുടെ യോഗത്തിന് വന്നാൽ മതിയും തീരുമാനിക്കുന്നത് യുദ്ധം ചെയ്തിട്ടാണ്. അപ്പം നമ്മളുടെ ഒരു കൾച്ചറൽ ട്രൈറ്റ് കിടക്കുന്നത് ഈ അത് വിവേചനമാണെന്ന് പോലും നമ്മൾ അറിയാതെ, വിവേചനമാണെന്ന് പോലും നമ്മൾ കാണുന്നില്ല. ഒരു തുല്യഭാവനയെ എപ്പോഴും റദ്ദ് ചെയ്യുന്ന, സമഭാവനയെ എപ്പോഴും റദ്ദ് ചെയ്യുന്ന ഒരു കൾച്ചറിൽ നിന്നും ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നത്, ജനാധിപത്യമെന്ന വാക്കിലേക്കും അതിൻ്റെ ഭാവനയിലേക്കും ഇന്ത്യൻ സമൂഹം പരിവർത്തനപ്പെടുന്നത് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നാണ്. ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് മൂവ്മെൻറ്റ് മാത്രമല്ല, 100 കണക്കിന് മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങളുണ്ടായി, ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനങ്ങൾ, മത ന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനങ്ങളുണ്ടായി, ദളിതരുടെ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി ഇന്ത്യൻ ഡൈവേഴ്സിറ്റിയിലെ പല ഘടകങ്ങൾ ഇടപെട്ടാണ് ഈ സമഭാവന എന്നത് നിർമ്മിച്ചെടുത്തത്, ഇന്ത്യക്കകത്ത് നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന വലിപ്പമുള്ളതാണ് എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് അംബേദ്കർ പറയുന്നൊരു മറുപടിയുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം വലിപ്പം ഉണ്ടാക്കിയതല്ല. ഇന്ത്യക്കകത്ത് ഭരണ നടപടി കൂടി ഭരണഘടനയുടെ ഭാഗമായിട്ട് ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ എഴുതി ചേർക്കേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നീതി കൊടുക്കണമെന്ന് മാത്രം എഴുതി വെച്ചാൽ ഇവിടെ ആരും നീതി കൊടുക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എങ്ങനെ നീതി കൊടുക്കണം എന്ന വിശദാംശം കൂടി എഴുതി ചേർത്തിട്ടുണ്ടെന്നാണ്. അതായത് സ്ത്രീകളുടെ വിഷയം പഠിക്കാൻ ഒരു കമ്മീഷൻ, ഇന്ന വകുപ്പ് വെച്ചൊരു കമ്മീഷൻ നിയോഗിക്കണം. കമ്മീഷൻ്റെ റിപ്പോർട്ട് പാർലമെൻറ്റ് ഗൗരവമായി പഠിക്കണം. അതിൻ്റെ മേൽ നടപടിയെടുക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഭരണഘടനയ്ക്ക് എഴുതിച്ചത്. ഇവിടെ ഇപ്പം വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാനമൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷണലി വരുന്ന ഒരു പദവിയാണത്, ഒരു ഭരണഘടനാ പദവിയാണത്. ദളിതർക്ക് നീതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആര് കൊടുക്കാൻ? അപ്പോൾ അതങ്ങനല്ല. ആരാണ് ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് ചോദിച്ചാൽ അതിങ്ങനെ നിശ്ചയിക്കണം. അത് നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കാണ്? അത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. പാർലമെൻറ്റിന് മാത്രമേ മാറ്റാൻ പറ്റൂ. ഇങ്ങനെ തുടങ്ങി വളരെ വലിയ വിശദാംശങ്ങൾ ഇന്ത്യക്ക് വേണ്ടി വന്നത് ഇന്ത്യയിൽ സ്വാഭാവിക നീതി വിതരണം ചെയ്യപ്പെടാത്ത സ്ഥലമായതുകൊണ്ടാണ്. അതല്ല അംബേദ്കർക്ക് പ്രത്യേകിച്ച് താല്പര്യം വലിയ ഭരണഘടന എഴുതി മിടുക്കനാകാനുള്ള താല്പര്യമല്ലത്. സ്വാഭാവിക നീതി കിട്ടാത്തത് കൊണ്ട് നിയമപരമായി ഉറപ്പിക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഇന്ത്യക്കകത്ത് ഭരണഘടനയിലൂടെ ആണ് യഥാർത്ഥത്തിൽ നീതിയുടെ ബോധവും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ജനാധിപത്യ ബോധ്യങ്ങളും ഇന്ത്യക്ക് പരിചിതമാകുന്ന അവിടെയാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനാധിപത്യം എന്നത് ഈ ഒരു നാട്ടുനടപ്പ് പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്തുണയ്ക്കുന്നവരുടെ ഭരണമല്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്.
ഭൂരിപക്ഷത്തിൻ്റെ ഭരണമല്ല ജനാധിപത്യമെന്ന് പറഞ്ഞു. ജനാധിപത്യം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ മൗലികമായ തത്വങ്ങളെയും അതിൻ്റെ മൂല്യങ്ങളെയും ഒരു മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭൂരിപക്ഷത്തെ ഏൽപ്പിക്കുന്നത്. അതല്ലാതെ അവർക്ക് തോന്നിയാസം ചെയ്യാനല്ല, അവർക്ക് ഭരണഘടനാ ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യാനല്ല അവരെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികമായ താല്പര്യങ്ങളും ഒരു സമൂഹത്തിന് ആവശ്യമായ മൂല്യങ്ങളും ഉറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഭരണകൂടത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നിർഭാഗ്യവശാൽ ആങ്കർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു പരാതി, ഇന്ത്യയിൽ ജനാധിപത്യം വലിയ അപകടത്തിലാണ്. എന്താണ് ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാവുന്നത്? അപ്പോൾ അവിടെ പല നിയമങ്ങൾ, അത് നിയമബാഹ്യമായ ഇടപാടുകൾ, നമ്മളിത് മൊത്തത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഭരണ നടപടിക്രമങ്ങളെ വിമർശിച്ചുകൊണ്ടാണിത് പറയുന്നത്. പക്ഷെ നമ്മൾ വളരെ കൃത്യമായും നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയിലൂടെയാണ് ജനാധിപത്യം എന്ന ആശയം സമൂഹത്തിലേക്ക് വരികയും സ്ഥാപനവൽക്കരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പറയുന്നൊരു കാര്യം, നമ്മൾ ഈ രാഷ്ട്രം ഉണ്ടാക്കുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആമുഖത്തിൽ പറയുന്നൊരു കാര്യം, ഒരു മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത്. അത് നമ്മുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കണമെന്നുള്ളത് ഭരണഘടനയുടെ മൗലികമായ താല്പര്യവും ലക്ഷ്യവുമായിരിക്കെ, ഇന്ത്യ എന്നത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് അല്ലെന്നും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും വാദിക്കുന്നതിലൂടെ ഇന്ത്യൻ ഭരണഘടന പരിപൂർണമായും റദ്ദ് ചെയ്യുന്ന മറ്റൊരു ഭാവനയെ, രാഷ്ട്രഭാവനയെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെയാണ് നമ്മൾ പ്രതിസന്ധിയെ നേരിടുന്നത്. ഇതിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ നിയമനിർമ്മാണങ്ങളുടെ പേര് പറഞ്ഞ് ഇന്ത്യ ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയും. ജനാധിപത്യമല്ല, ഇന്ത്യൻ രാഷ്ട്രം തന്നെ, ആ രാഷ്ട്രത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ഭരണഘടനയുടെ മൂല്യമണ്ഡലം തന്നെ അടിസ്ഥാനപരമായി റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് റദ്ദ് ചെയ്യപ്പെടുന്നത് വെറുതെ റദ്ദ് ചെയ്യപ്പെടുകയില്ല, മറ്റൊരു രാഷ്ട്രഭാവനയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നുള്ളതാണ് ആ രാഷ്ട്രഭാവന. അപ്പോൾ അതിനോട് കലഹിക്കുവാൻ, അതിനോടൊരു വിമർശനം മുന്നോട്ട് വെക്കുവാനും ഒരു ജനാധിപത്യ രാഷ്ട്രഭാവനയെ വീണ്ടെടുക്കാനും നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. അപ്പോൾ കഴിഞ്ഞ ഒരു 70 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ സമൂഹ രാഷ്ട്ര ബന്ധത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഇത് സാധ്യമാകും. ഡോക്ടർ BR അംബേദ്കർ പറയുന്നൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു സംഗതിയുടെ ഒരു ചെറിയ വിശദീകരണം കൂടി പറയാം. ഈ മനുഷ്യൻ എന്നത് ഒരു സമൂഹജീവിയായിട്ട് ഒരു കോപ്പറേറ്റീവ് ലൈഫിന് തയ്യാറാവുന്നൊരു സമൂഹമാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി മാറുക. അപ്പോൾ ജനാധിപത്യം യഥാർത്ഥത്തിൽ ശക്തിപ്പെടണമെങ്കിൽ ആ ജനാധിപത്യം എന്ന മൂല്യത്തെ കൊണ്ടു നടക്കാൻ പാകത്തിലുള്ള ഒരു സമൂഹമായിരിക്കണം നമ്മൾ. സോഷ്യൽ ഡെമോക്രസി എന്ന വാക്കാണ് അംബേദ്കർ പറയുന്നത്, സാമൂഹിക ജനാധിപത്യം. എന്നാൽ ജനാധിപത്യം എന്നത് കേവലം ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിലെ ഒരു കാര്യം മാത്രമല്ല, അത് സമൂഹത്തിലേക്കും വ്യക്തിയിലേക്കും വളരുന്നൊരു കാര്യമാണെന്ന് നമ്മൾ കാണണം. നമ്മളെപ്പോഴും പറയുന്നത് മോഡി ജനാധിപത്യവാദിയായിരിക്കണം, പിണറായി വിജയനും ജനാധിപത്യവാദിയായിരിക്കണം. നമ്മളോ ആ ചോദ്യം നമ്മൾ ഒരിക്കലും ചോദിക്കില്ല. നമ്മൾ എത്രമേൽ ജനാധിപത്യവാദികളാണ്? നമ്മളുടെ കുട്ടികളോട്, നമ്മളുടെ വീട്ടിലെ മറ്റുള്ള മനുഷ്യരോട് പരസ്പരമുള്ള ബന്ധത്തിൽ എത്രമേൽ ഡെമോക്രാറ്റുകളാണ് മനുഷ്യർ? അവരാണ് കൂട്ടം കൂടി ഇരുന്നിട്ട് പറഞ്ഞത് പിണറായി വിജയൻ ഡെമോക്രാറ്റ് ആയിക്കൊള്ളണം. അങ്ങനെ പറയും. കാരണം അവരെ സംബന്ധിച്ച് ഡെമോക്രസി ഒരു പൊളിറ്റിക്കൽ തിങ് മാത്രമാണ്, രാഷ്ട്രീയ കാര്യം മാത്രമാണ്. അങ്ങനെ ജനാധിപത്യത്തിൽ നിൽക്കാൻ പറ്റില്ല. ജനാധിപത്യം അർത്ഥപൂർണമായി നിൽക്കണമെങ്കിൽ
രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ ജനാധിപത്യം പുലരണം എന്ന് പറഞ്ഞാൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി, മനുഷ്യാന്തസ് എന്നീ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നവരായി സമൂഹം ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനെ നിർമ്മിച്ച് കൊണ്ടു നടക്കാൻ പറ്റും. ഇതാണ് ബേസിക്കായ പ്രോബ്ലം. അതാ നമ്മളങ്ങനെ അല്ലാത്തത് കൊണ്ട് ഹിന്ദു രാഷ്ട്രമെന്ന് പറഞ്ഞാലോ വേറെ ഏത് രാഷ്ട്രമെന്ന് പറഞ്ഞാലും നമ്മളെ അത് തൊടില്ല, നമ്മളെ അത് ബാധിക്കില്ല. കാരണം നമ്മൾ സാമൂഹികമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ സമയം സാമൂഹിക ജനാധിപത്യവൽക്കരണത്തെയും രാഷ്ട്രീയ ജനാധിപത്യവൽക്കരണത്തെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിലൊരു ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിർത്താൻ പറ്റൂ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഡെമോക്രാറ്റുകളല്ല, ഇത് നമുക്ക് പറയാൻ പറ്റും. ഏത് ഭരണാധികാരിയെക്കുറിച്ചും അങ്ങനെ പറയാൻ പറ്റും. അതിന് നമ്മളെടുക്കുന്ന മാനദണ്ഡങ്ങൾ പലപ്പോഴും അപൂർണമാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ജനാധിപത്യം എന്ന ആശയത്തെക്കുറിച്ച് തന്നെ വളരെ വിപുലമായ ചർച്ച ഇനിയും നടക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് സോഷ്യൽ ഡെമോക്രസിയെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച നടത്തണം. നമുക്കിടയിലുള്ള മനുഷ്യബന്ധങ്ങളിൽ എത്രമേൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. നമ്മൾ ഇന്ന് മുതൽ കേരളത്തിൽ നിന്ന് വടക്കോട്ട് സഞ്ചരിക്കും, ഡൽഹി വരെ. നിങ്ങൾ ഇറങ്ങുന്ന ഒരു ജംഗ്ഷനിലും ജനാധിപത്യത്തിൻ്റെ തരിമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. മനുഷ്യർ തമ്മിലുള്ള ഒരിടപാടിലും ഒരു ജനാധിപത്യം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മളതിനെ വെറുതെ ഈ പൊട്ടത്തരം പറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജനാധിപത്യ രാജ്യമെന്ന് പറയുക, നമ്മൾ ജനാധിപത്യവാദികളല്ലാതായിരിക്കുക, ഭരണാധികാരി മാത്രം ജനാധിപത്യവാദി ആയിരിക്കുള്ളെന്ന് നിർബന്ധിക്കുക. ഇതുകൊണ്ടാണ് ഈ കാര്യം നടക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം എത്രമേൽ ജനാധിപത്യപരമാണോ അത്രമേൽ മാത്രമേ രാഷ്ട്രവും ജനാധിപത്യപരമായിരിക്കൂ എന്നത് ഡോക്ടർ BR അംബേദ്കർ വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ ഉത്ബോധിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഇന്ത്യക്കകത്ത്, ഇന്ത്യ ബേസിക്കലി ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ ചെയ്യുന്നവരാണ്. അതെല്ലാവരും ചെയ്യും. അതിന് പണ്ടൊക്കെ നെഹ്റുവിൻ്റെ കാലത്ത് നമ്മൾ വിചാരിച്ചത് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായി ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിയുമ്പം ഇതൊക്കെ കുറയുമായിരിക്കും എന്നാണ്. നമ്മുടെ അനുഭവം ശാസ്ത്രം പഠിക്കുന്നവർ ഇത് കൂടുന്നതായിട്ടാണ്. ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതെന്തോ ഭയഭക്തി ബഹുമാനത്തോടു കൂടി പോയി ചെയ്യുന്ന എന്തോ ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരാഘോഷം കൂടിയാണ്, ഒരു പ്ലഷർ സീക്കിംഗ് ആണത്. ഒരു സന്തോഷത്തിൻ്റെ അന്വേഷണം കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് നമ്മൾ കാണണം. അപ്പോൾ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. പക്ഷേ ആൾക്കാർ ഇവിടെ നിന്ന് നടന്നു പോവും ശബരിമല വരെ. തൂണിലും തുരുമ്പിലും ഉണ്ട്, ഈ തുരുമ്പിൽ അവന് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ അതല്ല, ഇതൊരു പ്ലഷർ സീക്കിങ് സംഭവമാണ്. അതൊരു പെർഫോമൻസാണ്, ഒരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസാണ്. അതിലൂടെ അവർ തമ്മിൽ പങ്കുവയ്ക്കുന്ന ആഹ്ലാദത്തിൻ്റെ ഒരു മണ്ഡലമുണ്ട്. അതുകൊണ്ടാണ് ഈ യുക്തിവാദികളും ഒക്കെ ഇത്രയും ഭീകരമായി വിമർശിച്ചിട്ട് ഇത് പോകാത്തത്. വെറുതെ അല്ല പോകാത്തത്, അത് പോവില്ല. കാരണം ഇൻഡിവിജ്വൽ സെൽഫാണ് ഇതിനകത്ത് ഇൻവോൾവ്ഡാണ്, അതിനകത്ത് മുങ്ങി നിൽക്കുക. അവനെ യുക്തിവാദി പറഞ്ഞാൽ അവൻ തിരിച്ചു പോരത്തില്ല. ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിയെ, ഒരു കമ്മ്യൂണിറ്റിയായ ഇന്ത്യയിൽ ഈ റിച്വലിസത്തെ ബേസാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രഭാവനയാണ് യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളത് മനസ്സിലാക്കണം. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശവാദം എന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതമായിട്ടുള്ള റിച്വലിസ്റ്റിക് മെൻറ്റാലിറ്റിയെ അടിത്തറയാക്കുന്ന, അതിന് പുതിയ നരേഷൻസ് കൊണ്ടുവന്ന് സ്ഥാപിച്ചെടുക്കുന്ന, അതിൻ്റെ ചെയിൻ പാർട്ടിയിൽ നിന്ന് പിന്നെ അത് പല സംഘടനകളിലൂടെ കടന്നു. ഇപ്പം ഒരാൾ
ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് ഇവിടെ പണി അന്വേഷിച്ച് വന്നൊരു ചെറുപ്പക്കാരനെ കുറച്ച് പേര് തല്ലിക്കൊന്നു. അട്ടപ്പള്ളത്താണ്. തല്ലിക്കൊന്നു കഴിഞ്ഞ് ബോഡി കൊണ്ടുവരിക. ബോഡി തൃശ്ശൂർ എത്തിച്ചപ്പോൾ പോലീസുകാരൻ 2800 രൂപ ഈ മരിച്ചവൻ്റെ ബന്ധുവിനോട് മേടിക്കുക, ആംബുലൻസിന് കൊടുക്കാനാണെന്ന് പറയണത്. ഒരു 30,000 രൂപ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ ബോഡി അവിടെ എത്തിച്ചു തരാമെന്ന് ഈ പോലീസുകാരൻ അയാളോട് ആവശ്യപ്പെടുകയാണ്. ഇത് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യം. ഇദ്ദേഹം മനുഷ്യരിങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? അന്യ സംസ്ഥാനത്തുനിന്ന് വന്നവനാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു മൈൻഡ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലെന്നാണ്, അവൻ മറ്റവനാണെന്നാണ്. ഈ അപരവൽക്കരണമുണ്ടല്ലോ, ഈ അപരവൽക്കരണത്തിൻ്റെ ഫോഴ്സ് വളരെ വലുതാണ്. അപ്പോൾ തല്ലിക്കൊന്നു. പിന്നെ അവൻ്റെ കുടുംബക്കാരെ നമ്മൾ വിളിച്ചു വരുത്തി, അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ വിളിച്ചു വരുത്തി. അവർ ബഹളം ഉണ്ടാക്കി ഏറ്റവും അവസാനം 30 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് തീരുമാനം. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിൽ ഇന്നലെ വരെ ഏതാണ്ട് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമെങ്കിലും ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ പ്രചാരമാണ്. നാട്ടിൻപുറത്തൊക്കെ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നൊന്നും അറിയത്തില്ല. ആരൊക്കെ കുറേ പിള്ളേരിങ്ങനെ കൊട്ടും പാട്ടുമായിട്ട് വരും. വീട്ടിലേക്ക് വരും, നമ്മൾ 20 രൂപയോ 50 രൂപയോ കൊടുക്കും, അവരൊക്കെ പോവും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കരോളിന് പോയിട്ടുള്ള ആൾ. ഞാൻ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയല്ല, അമ്പലത്തിൽ പോകുന്ന ഹിന്ദുവല്ല, പക്ഷേ ഞാൻ കരോളിന് പോയിട്ടുണ്ട്. അത് ഒരു ഉത്സവമാണ്, നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ അത് ആക്രമിച്ചത് പോട്ടെ, ഞാൻ പറയും ഈ കെണിയുടെ ആഴമാണ് പറയുന്നത്. അതിനെ ഹിന്ദുക്കളെന്ന് പറയുന്നവർ ആക്രമിച്ചു, ഓക്കെ ആയിക്കോട്ടെ, അന്യമതസ്ഥനെ ആക്രമിച്ചു. ഇപ്പം തല്ലി കൊണ്ടവൻ്റെ മതക്കാരൻ പറയുന്നത് എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പോയവരല്ലെന്നാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പള്ളിയിൽ നിന്ന് പോയവരാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടപെടുകയുള്ളൂ. പള്ളിയിൽ നിന്ന് വരാത്തത് കൊണ്ട് വേണേ നിങ്ങൾ തല്ലിക്കൂ എന്നുകൂടി അതിനർത്ഥമുണ്ട്. വളരെ ജനകീയമായി കേരളത്തിൽ നടക്കുന്ന ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ ഈ ഹിന്ദുത്വ രാഷ്ട്രത്തെ പ്രൊമോട്ട് ചെയ്യുന്നവർ ആക്രമിക്കുമ്പോൾ അതിനെ സാംസ്കാരികമായും മാനവികമായും പ്രതിരോധിക്കേണ്ടതിന് പകരം ഞങ്ങൾക്ക് ഉത്തരവാദിത്തം കിട്ടുമെന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളൊരു കെണിയുടെ ആഴമെന്ന് പറയുന്നത്. ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വിഭജനങ്ങളും ഈ അപരവൽക്കരണങ്ങളുമൊക്കെ ഈ ഹിന്ദു രാഷ്ട്രമെന്ന വാദത്തിലാണ് ആത്യന്തികമായി എത്തിയത്. അവിടെ ജനാധിപത്യം നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് മോഡിയിൽ നിന്നും നമ്മൾ ജനാധിപത്യമല്ല പ്രതീക്ഷിക്കേണ്ടത്, പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ഇന്ത്യൻ ഭരണഘടന 2-ാം വകുപ്പ് മുതൽ 12-ാം വകുപ്പ് വരെ പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. പൗരത്വം ഒരിക്കൽ പോലും റിലിജിയൻ ഒരു മാനദണ്ഡമല്ല ഈ ഒരു വകുപ്പിലും. പക്ഷേ പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാകുമ്പോൾ റിലിജിയൻ ഒരു മാനദണ്ഡമായി വരിക. ഈ നിലക്ക് അവർ ജനാധിപത്യം പുലർത്തണമെന്ന് നമ്മൾ നിർബന്ധിക്കുകയല്ല. ജനാധിപത്യം നിർമ്മിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സമൂഹത്തിലും രാഷ്ട്രത്തിലും നിർമ്മിക്കപ്പെടേണ്ട ഒരു ആശയപ്രപഞ്ചവും ഒരു മൂല്യമണ്ഡലവുമാണെന്നുള്ള ബോധ്യത്തിലേക്കാണ് നമുക്ക് സമൂഹം യഥാർത്ഥത്തിൽ മുന്നേറേണ്ടത്. വലിയ മൂല്യങ്ങളിൽ ജീവിക്കണം എന്നല്ല പറയുന്നത്. അടിസ്ഥാനപരമായ നമ്മളുടെ ട്രൈറ്റ്, മനുഷ്യ എന്ന നിലയിൽ നമ്മുടെ എർജുകൾ, താല്പര്യങ്ങൾ, ഈ മറ്റുള്ള മനുഷ്യരുമായിട്ട് സഹവസിക്കുവാനും മറ്റുള്ളവരുമായി കൂടിച്ചേരുവാനും ഒക്കെ തന്നെയാണ് നമ്മളുടെ മനുഷ്യജന്തുവിൻ്റെ അടിസ്ഥാന പ്രകൃതി. അതാണ് കാരണം ഇത്രയും അനാഥമായ മറ്റൊരു ജന്തുവർഗം ലോകത്തില്ല. ഏറ്റവും അനാഥമാണ്. അവന് കൂട്ടുകാർ വേണം, നാട്ടുകാർ വേണം, വീട്ടുകാർ വേണം, ഭാര്യ വേണം, മക്കൾ വേണം, എന്തെല്ലാം ആവശ്യങ്ങളാണെന്നറിയാം ഒരു മനുഷ്യൻ ജീവിച്ചു പോകണമെങ്കിൽ. ഇതെല്ലാം ഇവൻ്റെ അനാഥത്വത്തിൽ നിന്ന് പുറപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അവന് പൂർണ്ണമാകണമെങ്കിൽ അപരരിലേക്ക് അവൻ പടരണം. ആ അപരരിലേക്ക് പടരാനുള്ള ഏറ്റവും മനുഷ്യവംശം കണ്ടുപിടിച്ച ഏറ്റവും മഹത്തായ മാതൃകകളിലൊന്നാണ്, മൂല്യങ്ങളിലൊന്നാണ് ജനാധിപത്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ താല്പര്യത്തിന് ഞാൻ ബാക്കിയുള്ളവർക്ക് ജനാധിപത്യം ഉണ്ടാക്കി കൊടുക്കാനല്ല ശ്രമിക്കേണ്ടത്. ഞാൻ സ്വയം ഒരു ജനാധിപത്യവാദിയാകുകയും
ജനാധിപത്യത്തിൻ്റെ ആന്തരികമായ അർത്ഥത്തെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ ബലമായി വിശ്വസിക്കുന്നത്. പലരും ഒത്തിരി ചിന്തകർ ജനാധിപത്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ അനുഭവം വെച്ചിട്ട് ഹിന്ദു രാഷ്ട്രമെന്ന ഈ ഭാവനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രഭാവനയെ മുറുകെ പിടിക്കുന്ന ഒരു ജനതയായി നമുക്ക് പരിവർത്തനപ്പെട്ടാൽ മാത്രമേ ഇതിനെ ഫലപ്രദമായി നമുക്ക് പ്രതിരോധിക്കാൻ കഴിയൂ. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സംവാദാത്മകപരമായി തന്നെയാണ് ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഇവിടെ വിവരിച്ചത്. നാം ഓരോരുത്തരും ജനാധിപത്യവാദികളാകുക എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യയിൽ ഭരണകൂടത്തോട് ചെയ്യാൻ കഴിയുന്ന സമരം എന്നുള്ളതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വെറും പാർലമെൻ്ററി തലത്തിൽ മാത്രമല്ല, മറിച്ച് എല്ലാ തലത്തിലും സാമൂഹിക നീതി ഉന്നയിക്കുന്ന തരത്തിൽ, സമത്വം വരുന്ന തരത്തിലുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ആർക്കെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, എൻ്റെ പേര് നിസാറാണ്, കോട്ടക്കൽ. സാറ് പറഞ്ഞതിൽ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും സഞ്ചരിക്കുമ്പോൾ നമുക്കെവിടെയും ജനാധിപത്യം കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വാക്ക് ശ്രദ്ധിച്ചു. സത്യമാണ്. പക്ഷേ അതിൽ ചോദിക്കാനുള്ളത്, നമ്മുടെ ജനാധിപത്യം വളർച്ച തുടങ്ങിയിട്ട് 70 വർഷമായല്ലോ. ഈ വർഷങ്ങൾക്കിടക്ക് നമുക്ക് ജനാധിപത്യമായ ഒരു ഉദ്ഗ്രഥനവും ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾക്ക് പറയാനാവുമോ? കാരണം നമ്മുടെ ജനാധിപത്യം തുടക്കം കുറിച്ചതിന് ശേഷം അടിയന്തരാവസ്ഥയോട് ഇന്ത്യ പ്രകടിപ്പിച്ച ഒരു പ്രകടനമുണ്ട്. അത് നമുക്ക് മറന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വിലയിരുത്തലിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം തീർച്ചയായിട്ടും ജനാധിപത്യം ആ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷെ ആ കാലത്തിന് ശേഷം ആ അടിയന്തരാവസ്ഥയേക്കാൾ ഭീതിതമായ അനുഭവങ്ങൾ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. എന്നിട്ടും എന്തുകൊണ്ട് അത്തരമുള്ള പ്രതികരണം ഉണ്ടാവുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഞാനത് ഒരു തരത്തിൽ വിശദീകരിച്ചിരുന്നു. ഈ അടിയന്തരാവസ്ഥ ഘട്ടമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി പ്രയോഗിച്ച ഒരു അമിത അധികാര പ്രയോഗമെന്ന നിലക്കാണ് ഇന്ത്യയിലെ മനുഷ്യരതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ വളരെ വലിയ ഒരു പ്രതിഷേധം ഉണ്ടായി വരികയും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തന്നെ പരാജയപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. കോൺടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വകുപ്പ് ഉപയോഗിച്ച് ഒരു ഭരണാധികാരി അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തിയ ഒരു ഇടപാടായിട്ടാണ് അതിനെ മനസ്സിലാക്കപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെ അക്രമങ്ങൾ, ആ കാലത്തുണ്ടായ ദുരിതങ്ങളെല്ലാം മനുഷ്യരെ സംബന്ധിച്ച് വളരെ അസ്വസ്ഥപ്പെടുത്തുന്നൊരു കാര്യമായിരുന്നു. ഇതിനെ നമ്മൾ ഇന്നത്തെ സാഹചര്യവുമായി കമ്പയർ ചെയ്യുമ്പം ഇന്ന് ഇതല്ല നടക്കുന്നത്. ഇന്ന് ഈ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു വകുപ്പിനെ ദുർബലപ്പെടുത്തേണ്ടതിന് പകരം ഇത് ഡോക്ടർ BR അംബേദ്കർ വളരെ നേരത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഭരണഘടനയുടെ സ്ട്രക്ചറിന് പൂരകമായ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അഭാവത്തിൽ ഈ അഡ്മിനിസ്ട്രേഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട്, സ്ട്രക്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഭരണാധികാരികൾ ഭരണഘടനയെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ED എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറാണ്. അപ്പോൾ ആ സ്ട്രക്ചർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തെളിയിക്കാം പക്ഷേ ദുരുപയോഗമാണെന്ന്. പക്ഷെ അത് പ്രവർത്തിക്കണ്ടേ എന്നാണ് പെട്ടെന്ന് തിരിച്ചു വരുന്നൊരു ചോദ്യം. അത് പ്രവർത്തിക്കണ്ടേ, കള്ളപ്പണം പിടിക്കണ്ടേ, ഇതാണ് ചോദ്യം. അപ്പോൾ
ഭരണകൂടത്തിൻ്റെ ശത്രുക്കളുടെ കള്ളപ്പണം മാത്രമേ പിടിക്കുന്നുള്ളൂ എന്നുള്ളതൊരു കേസല്ല, കള്ളപ്പണം പിടിക്കുന്നു എന്നുള്ളതാണ് കേസായി വരിക. അപ്പോൾ അത് അൺക്വസ്റ്റ്യനബിൾ അതോറിറ്റി. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയുമില്ല. അതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങളും അതുമായി അനുബന്ധമായ വിവരങ്ങളൊക്കെ പരിശോധിക്കും, വലിയ അതിക്രമമാണ് കാണിക്കുന്നത്. ഏറ്റവും അവസാനം കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിയമ നടപടിക്ക് ആർക്കും അവകാശമില്ലെന്ന് സ്ഥാപിക്കാനാണ്. ഓർക്കണം. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്നൊരു ഘട്ടം ഒന്ന്. രണ്ടാമതൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ രാഷ്ട്രത്തെ വെറുതെ അവർ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിന് അകത്ത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിന് പകരം ഹിന്ദു രാഷ്ട്രമെന്ന ഒരു ഭാവനയാണ് അവർ വികസിപ്പിച്ചെടുക്കുന്നത്. ഹിന്ദുക്കൾ ഇന്നലെ BJPയുടെ നേതാക്കൾ മുഴുവനും ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രിയുടെ വീട്ടിൽ പോയി പ്രായശ്ചിത്തം ചെയ്യാൻ പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തോ അവർ പോയി. അവരെന്തിനാണ് അവിടെ പോയത്? കോടതിയിലെ പോലീസല്ലേ പിടിച്ചോണ്ട് പോയത്. കോടതിയാണ് ശിക്ഷിക്കേണ്ടത്. കോടതി വെറുതെ വിട്ടാൽ പുള്ളി വരുമെന്നേ. അന്നേരം പോയി അഭിനന്ദിച്ചോട്ടെ. പുള്ളി കുറ്റവിമുക്തനാണെങ്കിൽ പോയി അഭിനന്ദിക്കണം. നമ്മളും പോയി അഭിനന്ദിക്കണം. അയാൾ കുറ്റവിമുക്തനാണ്, അയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി എന്തിനാ പിടിച്ചുകൊണ്ട് പോയി നമ്മളും ചോദിക്കണം. പക്ഷേ ഇതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു ഭാവനയാണ്. നിങ്ങളുടെയൊക്കെ സംരക്ഷകർ, ഹിന്ദുക്കളുടെ മുഴുവൻ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിലൂടെ മറ്റൊരു രാഷ്ട്രഭാവനയെ അവർ വികസിപ്പിച്ചുകൊണ്ട് വരുന്നു. അതുകൊണ്ട് പ്രവർത്തികളെ മനുഷ്യർ കാണുന്നില്ല. ഇന്നത്തെ മനുഷ്യർ പ്രവർത്തികളെ അല്ല കാണുന്നത്. എൻ്റെ പേര് സണ്ണി എന്നാണ്. ഈ സണ്ണി എന്നായതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല, അമ്പലത്തിലും പോകാറില്ല. കണ്ട ക്രിസ്ത്യാനിക്ക് എന്നാ കാര്യം, ഞങ്ങളുടെ ഹിന്ദുക്കളുടെ കാര്യം പറയാനെന്നാണ് കേരളത്തിൽ എനിക്കെതിരെ വരുന്ന വിമർശനത്തിൻ്റെ ഒരു അർത്ഥം തുറന്നെഴുതാറുണ്ട്. കണ്ട ക്രിസ്ത്യാനികൾ എന്തിനാണ് ഹിന്ദുക്കളെ വിമർശിക്കുന്നതെന്നാണ്. നമുക്ക് വിമർശനം ഉന്നയിക്കണമെങ്കിൽ മതപരമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം, അല്ലാതെ വിമർശിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന എന്തിനേയും പൗരന് വിമർശിക്കാം. പക്ഷേ ഇവിടെ അത് പറ്റില്ല. ഇങ്ങനെ ഒരു മനോനിലയിലേക്ക് പരിവർത്തനപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ അതിഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ ജനങ്ങൾ മൗനികളായിരിക്കുന്നു. ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞത് സമയം പോയിരുന്നു. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബേസിക്കായ സംഭവം. നമുക്ക് ഈ കുടുംബം എന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലമായ സ്ഥാനമുള്ള, അതിൽ നിന്ന് ഒറ്റപ്പെട്ട വ്യക്തികൾ പുറത്ത് വന്നിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഈ പാരൻറ്റിങ് എന്ന് ഓമനപ്പേര് വിളിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? പാരൻറ്റിങ്. വാട്ട് ഈസ് ദ പാരൻറ്റിങ്? എന്താണ് അവിടെ നടക്കുന്നത്? കുട്ടികളോട് ഈ മാതാപിതാക്കൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? മക്കളോട് വേറൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ തരക്കാരോടെ കൂടാവുള്ളൂ, നിങ്ങൾ പഠിക്കുന്നവരുടെ കൂടെ കൂടാവുള്ളൂ, പൈസ ഉള്ളവരുടെ കൂടെ കൂടാവുള്ളൂ, മുഷിഞ്ഞ ഡ്രസ്സിട്ടുകൊണ്ട് വരുന്നവരൊക്കെ മോഷ്ടാക്കളായിരിക്കാൻ സാധ്യതയുണ്ട്, അവരോടൊന്നും അടുക്കരുത്, കോളനിയിൽ നിന്ന് വരുന്ന പിള്ളേരുമായിട്ട് കൂടുതൽ കൂട്ടിലൊന്നും നിൽക്കണ്ട, അവരൊക്കെ അപകടകാരികൾ. ഇതൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്? ഒരു 10-18 വയസ്സാകുമ്പം അക്ഷരാർത്ഥത്തിൽ ആ ജനിച്ചു വീഴുമ്പോൾ ജാതിയോ മതവിവേചനമോ മനുഷ്യവിവേചന ബോധമൊന്നുമില്ലാത്തൊരു കൊച്ചിനെ നമ്മളൊരു 10-13 വർഷം ക്ലാസ് കൊടുത്ത് പാരൻറ്റിങ് നടത്തി മതജാതി ജീവിതത്തിൽ എത്തിച്ചിരിക്കും. ഇതാ നടക്കുന്ന കാര്യം. അത് നമ്മളാണ് സ്വയം ഒന്ന് പരിശോധിക്കുന്നത്, നമ്മൾ ഈ കുട്ടികൾക്ക് എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ കൂടി കണ്ടീഷൻ ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ ആക്രമിക്കപ്പെട്ടത് എൻ്റെ ജാതിയാണോ, എൻ്റെ മതമാണോ, എൻ്റെ സമുദായമാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു വിഭജനം അവർ നടത്തുന്നതുകൊണ്ടാണ് ഇന്നത്തെ ഘട്ടത്തിൽ പഴയതുപോലെ വലിയൊരു പ്രതിരോധം ഉണ്ടായി വരാത്തത്. ഇവിടെ നമ്മുടെ സമയത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. MC ഈ സെക്ഷന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ അനസ് നങ്ങാണ്ടി. ഒരു ചോദ്യം കൂടി MC വടകര ഒരു ചോദ്യം. സർ, ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്. അയോധ്യയുടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ സസ്യേതര ഭക്ഷണം നിരോധിച്ചിരിക്കുന്നുവെന്ന്. എന്താണ് പ്രതികരണം?
ഭക്ഷണ ഈ ഭക്ഷണ പ്രശ്നം നമ്മൾ വളരെ നേരത്തെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം നമ്മുടേതുപോലൊരു സമൂഹത്തിനകത്ത് ഈ ഭക്ഷണത്തിനും ഒരു ഹൈറാർക്കിയുണ്ട്. ആ ഹൈറാർക്കിയിൽ ഏറ്റവും ദിവ്യമായ ഭക്ഷണമാണ് വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്നത്. അത് 56 കൂട്ടം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഗ്രേറ്റ്. അതിൻ്റെ കറിയുടെ എണ്ണം കുറയുന്നതോടെ അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞു വരും. ഇറച്ചി, മീൻ പോലുള്ള സാധനങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് ക്ലാസ്സിനുള്ളതാണ്, അത് ഏറ്റവും താഴെയാണ്. ഈ അയോധ്യയിൽ നോൺ സംഭവം നിരോധിച്ചു. അയോധ്യ മാത്രമേ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചൊരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവിടെ ഒരു പ്രതിഷേധവും ഇല്ല. കാരണം പ്രതിഷേധിച്ചാൽ അവരുടെ കുട്ടിപ്പട്ടാളം വന്ന് പ്രതിഷേധിക്കുന്നതിനെ അടിക്കും. ഇതാണ് നടന്നു വരുന്നൊരു കാര്യം. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്കാരൻ ഒരു ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ രുചിബോധം കൊണ്ടല്ല, നാവിലെ രുചിബോധം കൊണ്ടല്ല അവൻ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിന് വേറെ നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന് ആണ് ഈ പറഞ്ഞ ഈ വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞത് പൊതുവിൽ പറയുന്ന ഈ സംഗതി. കേരളത്തിൽ നമുക്കറിയാം, മലയാളികൾക്ക് അറിയാവുന്നൊരു കാര്യം, കേരളത്തിലെ 99% പേര് ഇറച്ചി മീനും നിന്ന് ജീവിച്ചു വരാം. കേരളത്തിൽ ഇത്രയും മത്സ്യം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ മലയാളികളിൽ പകുതി പേര് നേരത്തെ തന്നെ വംശനാശം സംഭവിക്കുമായിരുന്നു. തോട്ടിക്കിടക്കുന്ന മീൻ പിടിച്ച് ജീവിച്ച മനുഷ്യർക്കിടയിൽ വളർന്ന ഒരാളാണ് ഞാൻ കുട്ടനാടുകാരനാണ്. അരി മേടിച്ചുകൊണ്ട് വരും, അരി കലത്തിലിട്ടിട്ട് പോയി 2 കൊട്ടയിൽ ഇങ്ങനെ കോരുമ്പോൾ അന്നേരത്തെ കറിക്കുള്ള മീൻ പിടിച്ചുകൊണ്ട് വന്ന്, ഈ മീൻ അവിടെ ഇല്ലെങ്കിൽ ചത്തുപോകുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നേ. അവരും ഇപ്പം വെജിറ്റേറിയനാണെന്നാണ് പറയുന്നത്, ഒന്ന് ഓർക്കണം. അപ്പം ഈ വെജിറ്റേറിയനിസം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇവരെപ്പോഴും അങ്ങനെയാണ്, ശാസ്ത്രീയതയുടെ അടിത്തറയിലാണ് ഈ സംഭവം അവർ സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡിന് ഈ പറഞ്ഞ അങ്ങനെ മെച്ചമൊന്നും ഇല്ല, ഒരു മെച്ചവുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കലോറിയൊക്കെ ഈ ബീഫൊക്കെ യഥാർത്ഥത്തിൽ തരുന്നുണ്ട്. ഇപ്പം മനുഷ്യർ ഏകഭോജി മഹായോഗി, ദ്വിഭോജി മഹാഭോഗി, ത്രിഭോജി മഹാരോഗി എന്നാണ്. ഏകഭോജി മഹായോഗിയാണ്. ഈ യോഗിയാകാം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. രാവിലെ കിടക്കാൻ പോകുന്നവനെ ഏകഭോജി ഒരു നേരം മാത്രം കഴിച്ചാൽ അവൻ ചത്തുപോകും ഒരാഴ്ച കൊണ്ട്. ഈ പണിയെടുക്കാത്തവനും മറ്റുള്ളവനെ പറ്റിച്ച് ജീവിക്കുന്നവനും ആ സംസ്കാരം ഉന്നതാണെന്ന് കരുതുന്നവനാണ് ഈ ഏകഭോജി. ഇവൻ ചതുർഭോജിയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ വൈകുന്നേരം കൂടെ കഴിച്ചാലേ അവനും വൻ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭക്ഷണം എന്നതിനെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ തിങ്ങായിട്ട് മാറ്റിയെടുത്തത് ഇവരാണ്, നമ്മളല്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ, റിട്ടയറായി അടുത്ത കാലത്ത്, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 2024. അപ്പോൾ പോരുമ്പോൾ നമ്മളൊരു ഒരു ഭക്ഷണം കൊടുക്കണമല്ലോ, ഭക്ഷണം കൊടുക്കുക. അപ്പോൾ കപ്പ, ഇറച്ചി, മീൻ, ചോറ്, അങ്ങനെ ഒരു നോൺ സംഭവം. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഒരു 10, 100, 150 പേര് ജോലി ചെയ്യുന്നൊരു ഓഫീസാണ്. വെജിറ്റേറിയൻ ഫുഡുകാർക്ക് വേറെ കൊടുക്കണം എന്ന് പറയും. പറയുന്നവൻ നോൺ വെജിറ്റേറിയനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര പേരുണ്ട്? അവരൊരു 8 പേരുണ്ട്. 150 പേരിൽ 8 പേര് വെജിറ്റേറിയൻ ഫുഡുകാരാണ്. 142 പേരുടെ ഉത്കണ്ഠ അവൻ എവിടെ ചോറ് കൊടുക്കുന്നുള്ളതാണ്. ഇവനെവിടെ കിട്ടുമെന്നുള്ളതല്ല, ഇവനെവിടെ കഴിക്കുമെന്നുള്ളതല്ല, അവർക്ക് വേറെ കൊടുക്കണം. ഇതാണ് അവൻ്റെ ഡിമാൻഡ്. അപ്പം ഞാൻ പറഞ്ഞു, അവർ ഇറച്ചി മീനും തിന്നണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, വേറെ വിളമ്പാനും പറ്റത്തില്ല, സൗകര്യമുണ്ട് തിന്നാൽ മതി എന്ന് അവരോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് വേറെ വഴിയൊന്നുമില്ല, സൗകര്യമുണ്ട് തിന്നാൽ മതി. അപ്പം അയോധ്യയിൽ അത് സംഭവിക്കും. അയോധ്യയുടെ ചുറ്റുമുള്ള ഭൂമി മേടിച്ചിട്ട് അമ്പലം പണിത കക്ഷികളാണ് അവർ. പിന്നെ അവർ നോൺ വെജിറ്റേറിയൻ നിരോധിച്ചില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത സെഷൻ ആരംഭിക്കേണ്ടതുണ്ട്. ഈ സെഷന്
നന്ദി പറയുന്നതിന് വേണ്ടി അനസിനെ ക്ഷണിക്കുന്നു. വർത്തമാനകാല ഇന്ത്യയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും അഭിപ്രായം പറയുന്നവരെയും രാഷ്ട്രവിരോധികളും രാജ്യദ്രോഹികളുമാക്കുന്ന ഈ കാലത്ത് ഇലക്ഷൻ കമ്മീഷനെയും ജുഡീഷ്യറിയെയും സമ്മർദ്ദത്തിലാക്കുന്ന ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഈ ഒരു വിഷയം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ സെഷനിൽ നമ്മളോട് സംവദിച്ചത് ഏറെ ബഹുമാന്യനും ആദരണീയനുമായ സണ്ണി എം കപ്പിക്കാടാണ്. അദ്ദേഹത്തോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേണ്ടി പ്രത്യേകമായുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഈ ചർച്ച നിയന്ത്രിച്ചത് ഭവിത്ത് മാലോലാണ്. അദ്ദേഹത്തെയും ശശിധരൻ കരിമ്പനപ്പാലം മറ്റ് ഈ ചർച്ചയിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേണ്ടി ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.